എല്ലാവർക്കും തൈര് സാദം ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ. ബിരിയാണി അരി ഉപ്പിട്ട് വേവിച്ച് മാറ്റി വയ്ക്കുക. കടുക് തളിക്കാനായിട്ട് എണ്ണ ഒഴിച്ച് പച്ചമുളക് കുനുകുനാ അരിഞ്ഞതിട്ട് പച്ചമുളകിട്ട് കടുകിട്ട് ചുമന്നുള്ളിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കോരി വയ്ക്കുക. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു, അത് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി വേണ്ടത് തൈരാണ്. പൊളിക്കാത്ത തൈര് തന്നെ എടുക്കണം. അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ തൈരൊന്ന് മിക്സിയിൽ ബീറ്റ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പാട പോലെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഈ ചോറിലേക്ക് ഈ തൈര് നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ കടുക് തളിച്ചത് ഇട്ട് കൊടുക്കുക. ക്യാരറ്റും മല്ലിയിലയും കുനുകുനാ അരിഞ്ഞത്, കറിവേപ്പിലയും കുനുകുനാ അരിയണം, അതിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ അവസാനം പൊമിഗ്രാനൈറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടി, മാങ്ങാ ചമ്മന്തി, മാങ്ങാച്ചാറും കൂടെ ആയപ്പോൾ അടിപൊളി ഊണായി. നിങ്ങൾ ഇന്ന് എന്താ കഴിച്ചത്? കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.